വണ്ടർലെസ് ബ്ലോഗ്സ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് അൻസക്ക് എനിക്കൊരു ട്രിപ്പാണ് ഗിഫ്റ്റ് ആയിട്ട് തന്നേക്കുന്നത്. നമുക്ക് ഫ്ലവേഴ്സും ഗിഫ്റ്റ് ഒന്നുമല്ല, ഗിഫ്റ്റ് മെമ്മറബിൾ ആയിരിക്കും, പക്ഷെ അതിൽ കൂടുതൽ ഇങ്ങനത്തെ യാത്രകള് നമുക്ക് ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യും. ഞങ്ങൾ ഇന്ന് പോകുന്ന എങ്ങോട്ടാ അൻസക്ക? ബൈബറി വില്ലേജ്. നമുക്കിനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള ഗ്രാമമെന്ന് ഫോബ്സ് മാഗസിൻ 2025 പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിൾ പറഞ്ഞ അതേ ഗ്രാമത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ശരിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. പശുക്കൾക്ക് പകരം കുതിരകളാണെന്ന് മാത്രം. കുറേ വയലുകളും പൈൻകാടുകളൊക്കെയാണ് നമ്മൾ പോകുന്ന വഴിയിലുള്ളത്. അങ്ങനെ ലണ്ടനിൽ നിന്ന് 2 മണിക്കൂർ നീണ്ട നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുവന്ന ഒരു യാത്രയുടെ ഒടുവിൽ ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ്. സാധാരണ സമ്മറിലാണ് ഈ ഗ്രാമത്തിൽ കൂടുതലായും ടൂറിസ്റ്റുകളുടെ തിരക്ക് അനുഭവപ്പെടാറ്. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ തിരക്കുണ്ടാവില്ല, പാർക്കിങ്ങിനൊന്നും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ബൈബറിയിൽ എത്തിയിട്ടുണ്ട്. നമുക്കപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. സംഭവം പൊളിയാണ് കേട്ടോ. വന്നപ്പോൾ തന്നെ ഞങ്ങൾ കണ്ട് വണ്ടിയിൽ. ഇതാണ് ഗൈസ് സ്ഥലം. ഈ ഫോണിൽ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇത് ഈ ഗ്രാമത്തിൻ്റെ മാപ്പാണ്. നമ്മൾ വരുമ്പോൾ തന്നെ ഇത് നോക്കി വേണം നമുക്ക് പോകേണ്ട സ്ഥലങ്ങളും സമയങ്ങളും എല്ലാം തീരുമാനിക്കാൻ. വളരെ എളുപ്പമാണ്. വളരെ ചെറിയ ഗ്രാമം ആയതുകൊണ്ട് തന്നെ ഈ മാപ്പ് നമുക്ക് വളരെ ഉപകാരപ്പെടും. ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ഇങ്ങനെ നിലനിർത്തുന്നതിൽ ഏറ്റവും പങ്കുവഹിക്കുന്നത് ഈ നദിയാണ്. കോൺ നദി എന്നാണ് ഈ നദി അറിയപ്പെടുന്നത്. ഇത് ശരിക്കും ഇവിടുത്തെ വലിയ പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് 52 കിലോമീറ്ററോളം നീളത്തിലൊഴുകി തേംസ് നദിയിലേക്കാണ് ചെന്ന് ചേരുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാമം സന്ദർശിക്കാൻ വരുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്പോട്ടാണ് ബൈബറി ട്രോട്ട് ഫിഷ് ഫാം. അതായത് ട്രോട്ട് ഫിഷുകളിലുള്ള ഒരു ഫാമാണ്. പല കളറിലുള്ള ട്രോട്ട് ഫിഷുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് തന്നെ ചൂണ്ടയിട്ട് പിടിച്ച് കുക്ക് ചെയ്ത് ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമാണ് ഈ കാണുന്നത്. കൂടുതലും സമ്മറിലാണ് ആളുകൾ ഇവിടേക്ക് വരാറുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിൽ സമ്മർ സീസണിലാണ് കൂടുതൽ ഈ ചൂണ്ടയിടലൊക്കെ അലൗഡായിട്ടുള്ളത്. ഈ വെള്ളപ്പൊക്കെ ഇപ്പോൾ നല്ല വെള്ളം കയറി കിടക്കുന്ന സമയമാണ്. അതുകൊണ്ട് അവർ ചൂണ്ടയിടാൻ സമ്മതിക്കത്തില്ല. അപ്പം നമുക്ക് ഈ ഫാമിനകത്തുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഇത് ഫുള്ള് ആ നദിയായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഫാമാണ് കേട്ടോ. ഈ ഫാമിൻ്റെ ചുറ്റിനും ആ നദി, നമ്മളാ പറഞ്ഞ കോൺ എന്ന് പറഞ്ഞ നദി ഒഴുകുന്നുണ്ട്. പല രീതിയിൽ അവർ ഇങ്ങനെ തിരിച്ച് വിട്ടിട്ടുണ്ട്. അതൊരു പ്രത്യേക ഭംഗിയാണ്. ഇതിനകത്ത് കയറണമെങ്കിൽ നമുക്ക് പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അഡൽട്ടിന് 9 പൗണ്ടും കിഡ്സിന് 7 പൗണ്ടാണെന്ന് തോന്നുന്നു പാസ് എടുക്കണം. പാസ് എടുത്ത് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് ചൂണ്ടയിടാനും ചൂണ്ട വാങ്ങാനുള്ള ഷോപ്പുകളും എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പം ഇത് അവൈലബിൾ അല്ല. അപ്പം നമ്മൾ എന്തായാലും സമ്മറിൽ കുട്ടികളൊക്കെ ആയിട്ടൊന്ന് വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ കുറേ ചെറിയ ചെറിയ ഷോപ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഫിഷുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് എൻ്റർ ആവുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലൊരു സ്റ്റാമ്പ് അടിച്ചു തരും. അതൊരു പാസ്സാണ്. ശരിക്കും ഇതിപ്പം ഈ ഫാമിൻ്റെ ഒരു ഓഫ് സീസൺ ടൈമാണ്. അതുകൊണ്ട് ഫിഷിംഗ് ഒന്നും അലൗഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ നമുക്ക് ഫിഷ് ഫുഡ് ഫ്രീ ആയിട്ട് തന്നു. അല്ലെങ്കിൽ അതിന് 3 പൗണ്ട് എന്തോ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഓഫ് സീസൺ ആയതുകൊണ്ടാണ്. കാരണം ഇപ്പം നമുക്ക് ഫിഷിംഗ് ഒന്നും അലൗഡ് അല്ലല്ലോ. പിന്നെ വെറുതെ ഇതിനകത്ത് വന്നിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ വിൻ്ററുമാണ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഈ കണ്ടിന്യൂസ് കുറേ ദിവസം മഴയുടെ ഇടയിൽ ഇന്നൊരു ദിവസം എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് വെയിൽ കിട്ടിയതാണ്. അല്ലെങ്കിൽ ഇവിടെ ഇത്രയും ദിവസമായിട്ട് മഴയായിരുന്നു. നാളെ തൊട്ടും വെതറിൽ മഴയാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഫാമിനകത്താണ്. ഇതിനകത്തു നിന്നാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഇഷ്ടംപോലെ മീൻ ചൂണ്ടയിട്ട് പിടിക്കാം. ചൂണ്ടയൊക്കെ അവിടെ നിന്ന് കിട്ടുമേ. അപ്പം ചൂണ്ടയിട്ട് പിടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കാം. നമ്മൾ ഫാമിലി കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള ഹട്ടുകളുണ്ട് കേട്ടോ. നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കാം. പക്ഷേ നേരത്തെ ബുക്ക് ചെയ്യണം. സമ്മർ സീസണിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ ഹട്ടൊന്നും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റില്ല കേട്ടോ. ഫുള്ള് തിരക്കായിരിക്കും. ജോസ് പ്രകാശും മുതലൊക്കെ തീറ്റ കൊടുക്കുന്ന പോലെ ഷെയർ താറാവിനും മീനും എല്ലാം തീറ്റ കൊടുക്കുകയാണ്. ഈ മീനുകളുടെ ഇടയിലാണ് നമ്മൾ ചൂണ്ടയിടുന്നതെന്ന് വിചാരിക്കരുത്. ഇവിടെയല്ല, ശരിക്കും ചൂണ്ടയിടാൻ അവർ വേറൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അവർ മീനിനെ കുറച്ചായിട്ട് തുറന്നു വിടും. നന്നായി നമ്മൾ അതിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിക്കണം. പക്ഷെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതാണ് നമുക്ക് ആ ചൂണ്ടയിടാനുള്ള സ്പേസ്. ഇതുണ്ട് ഗൈസ്, ഇതുപോലെ കുറേ ഹട്ടുകളുണ്ട് ഇവിടെ. നമ്മൾ ഈ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ 2, 3, 4 ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഹട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് ഇവിടുന്ന് നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്.
അടിപൊളി വൈബാട്ടോ അവിടെ, പൊളിയാണ് കാണാൻ. ഇനി നമ്മൾ ഹട്ടൊന്നും ബുക്ക് ചെയ്യാതെയാണ് വരുന്നെങ്കിൽ പോലും നമുക്ക് കോമൺ ആയിട്ട് ഇരുന്ന് ഗ്രില്ല് ചെയ്യാനും ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഡെസ്കിൻ്റെ പുറത്തൊന്നും വെച്ച് കുക്ക് ചെയ്യരുതെന്ന്. ഇതാണ് നമുക്ക് കഴിക്കാനുള്ള ഏരിയയും കുക്ക് ചെയ്യാനുള്ള ഏരിയയും. ഇത് കിഡ്സിനുള്ള പ്ലേയിങ് ഏരിയ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ഇനി നമ്മൾ മെയിനായിട്ട് പോകാൻ പോകുന്നത് നമ്മളുടെ വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം ഈ ബൈബറി എന്ന് പറഞ്ഞ വില്ലേജിലോട്ട് നടക്കുവാണ്. ഭയങ്കര രസമാട്ടോ ഇവിടെ കാണാൻ, ഒരു രക്ഷയില്ല. ഭയങ്കര കാമാണ്, പഴയ കാലത്തെ ബിൽഡിങ്ങുകളാണ്. കഥകളൊക്കെ വായിക്കില്ലേ? എന്താ കല്ലുകൾ കൊണ്ട് കെട്ടിയ പാറ കഷ്ണം കൊണ്ട് കെട്ടിയ മതിലാണേ. നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ഉൾഗ്രാമങ്ങളിലൊക്കെ. നമ്മളവിടെയൊക്കെ ഇപ്പം ഭയങ്കര മതിലുകളല്ലേ, പക്ഷെ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെ. അടിപൊളി വ്യൂ. ഓക്കെ, പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ആ ഒരു നീറ്റ്നെസ് ആണ്. ഇത്രയും ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. താഴെ ഒരു പേപ്പർ കഷ്ണം പോലും കിടപ്പില്ല. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സംഭവം കേട്ടോ. UK ഇങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചത്. ഇതൊക്കെ തോടൊക്കെ കൂട്ടം തുറക്കുമ്പോൾ താഴെ പോവും. ഭയങ്കര രസമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലത്തെ തോടും തോട്ടിലെ മീനും. ആൾക്കാരൊക്കെ ഇത് കാണാനാണ് ഈ ആൾക്കാരെല്ലാം. ഇതൊക്കെ പഴയ അടിപൊളി. ഇതൊക്കെയാണ് മക്കളെ വില്ലേജ്. വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് വില്ലേജ്. ക്രിസ്റ്റൽ ക്ലിയർ. എല്ലാവരും വീട്ടിൽ കയറി അടച്ചിരിക്കണോ? ടൂറിസ്റ്റുകളുണ്ട്. ആർക്കറിയാം എന്താ ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും. ഇവിടുത്തെ ആൾക്കാരൊന്നും കാണുന്നില്ല കേട്ടോ. മൊത്തം ടൂറിസ്റ്റുകൾ അവിടെ. വേറെ എടപ്പോയാവോ? എല്ലാവരും ഉണ്ടാകും. ഒരു പട്ടി ഒരു വീടൊക്കെ ആയിട്ട് ആൾക്കാർ പടം വരയ്ക്കുന്ന അങ്ങനത്തെ സ്ഥലം. അങ്ങനെ ഞങ്ങളുടെ ബൈബറി വില്ലേജിലെ കറക്കമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം UK എന്തായാലും നിങ്ങൾ ഇതിൻ്റെ അഡ്രസ്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ മനസ്സ് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് നമ്മൾ സമ്മറിൽ വന്നിട്ട് ഇവിടുത്തെ ശരിക്കുള്ള പരിപാടികളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക, ഇവിടെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.